നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രാജ്യഭീഷണിയുമായി UK ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ്. കുടിയേറ്റ നിയമങ്ങളിൽ എടുത്തിട്ടുള്ള കർശന നിലപാടുകൾ തിരുത്തണമെന്ന് മുൻ ഉപപ്രധാനമന്ത്രി ഏഞ്ചല റെയ്നയുടെ ആവശ്യം അംഗീകരിച്ചാൽ രാജിവെക്കുമെന്ന് ഹോം സെക്രട്ടറി. ഷബാനയുടെ നടപടി ലേബർ പാർട്ടിയിൽ നിന്നും ജനപിന്തുണ റിഫോം UKയിലേക്ക് ഒലിച്ചുപോകുന്നത് തടയിടാൻ. റെയ്നയുടെ നീക്കം ഇടതുപക്ഷ അനുഭാവികളായ എംപിമാരെ ഒന്നിപ്പിച്ച് പാർട്ടിക്കുള്ളിൽ നേതൃസ്ഥാനം മോഹിച്ചു. ഇടതുപക്ഷ മണ്ഡലങ്ങളിലെ കുടിയേറ്റത്തിനെതിരെ ശക്തമായ പ്രതിഷേധം. മധ്യപൂർവേഷ്യയിലെ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ ഇന്ധനക്ഷാമം കടുത്ത പ്രതിസന്ധി ഉണ്ടാകുന്നത് തടയാൻ നടപടിയുമായി ബ്രിട്ടീഷ് ഭരണകൂടം. ഗതാഗത വകുപ്പും ഊർജ്ജ സുരക്ഷാ വകുപ്പും സംയോജിപ്പിച്ച് ഇന്ധന ഉപയോഗം പരമാവധി കുറയ്ക്കുന്നതിനുള്ള നടപടികൾ എടുക്കും. ബ്രിട്ടനിൽ ഇന്ധനക്ഷാമം ഇല്ലെന്ന് വ്യക്തമാക്കിയ ഔദ്യോഗിക കേന്ദ്രങ്ങൾ. നിരത്തുകളിലെ വേഗത പരിധി കുറയ്ക്കുന്ന കാര്യം ഗൗരവമായി സർക്കാർ പരിഗണനയിൽ. ഹോർമൂസ് കടലിടുക്ക് കപ്പൽ ഗതാഗതത്തിനായി തുറന്നില്ലെങ്കിൽ ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾ ആക്രമിക്കുമെന്ന് ട്രംപിന്റെ ഭീഷണി. 48 മണിക്കൂറിനുള്ളിൽ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും തുറന്നില്ലെങ്കിൽ അവരുടെ വിവിധ ഊർജ്ജ പ്ലാന്റുകൾ തകർക്കും. വലിയ തകർച്ചയെ ഇറാൻ നേരിടേണ്ടി വരുമെന്നും അമേരിക്കയുടെ മുന്നറിയിപ്പ്. ട്രംപിന്റെ അന്ത്യശാസനത്തിന് മറുപടിയായി മേഖലയിൽ US ഊർജ്ജ സാങ്കേതിക വിദ്യാ സംവിധാനങ്ങൾ ലക്ഷ്യമിടുന്നതായി ഇറാൻ. ഹോർമൂസ് കടലിടുക്കിൽ ഭീഷണി ഉയർത്താനുള്ള ഇറാന്റെ സൈനിക ശേഷി നശിപ്പിച്ചെന്ന് US സൈന്യം. ഇറാൻ അവരുടെ ക്രൂയിസ് മിസൈലുകളും മറ്റ് ആയുധങ്ങളും സൂക്ഷിച്ചിരുന്ന ഭൂഗർഭത്തിൽ സ്ഥിതി ചെയ്യുന്ന സംഭരണശാലകളെയെല്ലാം ബോംബിട്ട് തകർത്തതോടെയാണ് ഇത് സാധ്യമായതെന്നും സെൻട്രൽ കമാൻഡ്. ഹോർമൂസ് കടലിടുക്കിലൂടെ പോകുന്ന ചരക്ക് കപ്പലുകളെ ആക്രമിക്കുന്നത് നിർത്തണമെന്നും കടലിടുക്ക് തുറക്കണമെന്നും ഇറാനോട് ആവശ്യപ്പെട്ടുകൊണ്ട് 22 രാജ്യങ്ങൾ സംയുക്ത പ്രസ്താവന ഇറക്കി. രാജ്യ തലസ്ഥാനമായ ഹവാനയിൽ പ്രവർത്തിക്കുന്ന US എംബസിക്ക് ഡീസൽ ഇറക്കുമതി ചെയ്യാനുള്ള അനുമതി നിഷേധിച്ച് ക്യൂബൻ സർക്കാർ. എംബസിയിലെ ജനറേറ്ററുകൾ പ്രവർത്തിക്കുന്നതിനായി 2 കണ്ടെയ്നറുകൾ ഡീസൽ അമേരിക്കയിൽ നിന്നും ഇറക്കുമതി ചെയ്യാനുള്ള അനുമതിയാണ് US എംബസി ക്യൂബൻ സർക്കാരിനോട് തേടിയത്. US നയതന്ത്ര മിഷന്റെ അഭ്യർത്ഥനയെ നാണംകെട്ട രീതിയെന്ന് പരിഹസിച്ച് ക്യൂബൻ സർക്കാർ. പശ്ചിമേഷ്യയിലെ സംഘർഷം മൂലം ഇന്ത്യയിൽ LPG ക്ഷാമം ഉണ്ടാകുമെന്ന ആശങ്കകൾക്കിടയിൽ US നിന്നും LPGയുമായി അമേരിക്കയുടെ കപ്പൽ മംഗളൂരുവിലെത്തി. ടെക്സസിലെ നെതർലാൻഡിൽ തുറമുഖത്തു നിന്നും LPG വഹിച്ചുകൊണ്ട് പൈസെക്സ് പയനിയർ എന്ന ചരക്ക് കപ്പൽ ഇന്ന് രാവിലെ മംഗലാപുരം തുറമുഖത്തെത്തി. സംസ്ഥാനങ്ങൾക്ക് 20% വാണിജ്യ LPGകൾ അനുവദിച്ച് കേന്ദ്ര സർക്കാർ. ഇതോടെ മൊത്തം വിതരണത്തിന്റെ 50% ഉയർന്നു. LPGയിൽ 7300 പേർ PNGയിലേക്ക് മാറിയെന്നും പെട്രോളിയം മന്ത്രാലയം. ആഭ്യന്തര വിമാനയാത്രയുടെ നിരക്ക് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണം കേന്ദ്ര സർക്കാർ നീക്കി. ഇനി മുതൽ രാജ്യത്തെ വിമാനയാത്രയുടെ നിരക്ക് വർദ്ധിക്കും. നിരക്ക് പരിധി നിയന്ത്രണം നാളെ മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് സിവിൽ വ്യോമയാന മന്ത്രാലയം. സാഹചര്യങ്ങൾക്കനുസരിച്ച് ടിക്കറ്റ് വില സുതാര്യവും നീതിയുക്തവുമായി നിലനിർത്തി നിരക്കുകൾ നിശ്ചയിക്കുന്നതിൽ അച്ചടക്കം പാലിക്കണമെന്ന് വിമാന കമ്പനികൾക്ക് നിർദ്ദേശം നൽകി വ്യോമയാന മന്ത്രാലയം. ആവശ്യം വന്നാൽ നിരക്കുകളിൽ വീണ്ടും നിയന്ത്രണം ഏർപ്പെടുത്തും. കേരളത്തിലെ LDF ഭരണ സംവിധാനം 3ാം ഊഴത്തിലേക്ക് നീങ്ങാൻ പോവുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ജനങ്ങൾ LDFന് അനുകൂലമായി ജനവിധിയാണ് എഴുതാൻ പോകുന്നതെന്ന് പാർട്ടി സെക്രട്ടറി. UDFിലെ പടലപ്പിണക്കവും കുഴപ്പവും ഇപ്പോഴും പരിഹരിക്കാൻ സാധിച്ചിട്ടില്ലെന്നും ഗോവിന്ദൻ. ഒരു വികസനത്തെയും പിന്തുണയ്ക്കില്ലെന്ന് പരസ്യ നിലപാടെടുത്ത രാഷ്ട്രീയ പാർട്ടിയാണ് UDF എന്നും 110 സീറ്റാണ് LDF ഉന്നം വെക്കുന്നതെന്നും MV ഗോവിന്ദൻ. വാർത്തകൾ വിശദമായി. കുടിയേറ്റ നിയമങ്ങളിൽ എടുത്തിട്ടുള്ള കർശന നിലപാടുകൾ തിരുത്തണമെന്ന് മുൻ ഉപപ്രധാനമന്ത്രി ഏഞ്ചല റെയ്നയുടെ ആവശ്യം അംഗീകരിച്ചാൽ ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ് രാജിവെക്കുമെന്ന് റിപ്പോർട്ട്. ബ്രിട്ടനിലേക്ക് എത്തുന്ന കുടിയേറ്റക്കാർ ഇവിടെ സ്ഥിര താമസത്തിനുള്ള PR ലഭിക്കുന്നതിനായി കാത്തിരിക്കേണ്ട കാലപരിധി ഇരട്ടിപ്പിച്ചത് ബ്രിട്ടീഷ് സംസ്കാരത്തിന് യോജിച്ചതല്ല എന്നായിരുന്നു കഴിഞ്ഞ ദിവസം റെയ്നർ ഒരു പ്രസംഗത്തിൽ വ്യക്തമാക്കിയത്. പാർട്ടിക്കുള്ളിൽ നേതൃസ്ഥാനത്തേക്ക് കണ്ണുവെച്ചുകൊണ്ട് ഇടതുപക്ഷ അനുഭാവികളായ എംപിമാരെ ഒന്നിപ്പിക്കാനുള്ള ശ്രമമാണ് റെയ്നറുടേതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ലേബർ പാർട്ടിയിൽ നിന്നും ജനപിന്തുണ റിഫോം UKയിലേക്ക് ഒലിച്ചു പോകുന്നത് തടയിടുന്നതിനായിരുന്നു മഹ്മൂദ് ഇത്തരമൊരു നടപടി സ്വീകരിച്ചത്. ബ്രിട്ടീഷ് തൊഴിലാളികൾ ഭൂരിപക്ഷമുള്ള ഇടതുപക്ഷ മണ്ഡലങ്ങൾ കുടിയേറ്റത്തിനെതിരെയുള്ള ശക്തമായ വികാരമുണ്ട്. കുടിയേറ്റക്കാർ മൂലം തദ്ദേശീയരുടെ അവസരങ്ങൾ നഷ്ടപ്പെടുന്നു എന്ന തോന്നൽ ശക്തമാവുകയാണ്. അതേസമയം പാർട്ടിക്കുള്ളിൽ ഇടതുപക്ഷ ചിന്താഗതിക്കാരായ എംപിമാരെ സംഘടിപ്പിക്കുവാനാണ് റെയ്നറുടെ ശ്രമം. പുതിയ നിയമം കുടിയേറ്റക്കാർക്ക് അവരുടെ ആശങ്കയെക്കുറിച്ച് ഭയം ജനിപ്പിക്കുമെന്നും റെയ്നർ ചൂണ്ടിക്കാട്ടുന്നു. ദീർഘകാലയളവിൽ തന്നെ വൻ മാറ്റങ്ങൾക്ക് വഴിവെച്ചേക്കാവുന്ന കുടിയേറ്റ നിയമ പരിഷ്കാരങ്ങളിൽ നിന്നും പുറകോട്ടു പോകാൻ താൻ തയ്യാറല്ല എന്ന് മഹ്മൂദ് വ്യക്തമാക്കുന്നുണ്ട്. തന്റെ ജോലി ചെയ്യാൻ അനുവദിച്ചില്ല എങ്കിൽ ജോലി വേണ്ടെന്ന നിലപാട് അവർ പ്രധാനമന്ത്രിയെ അറിയിച്ചു.
ഇക്കാര്യത്തിൽ സ്ഥിരീകരിക്കാത്ത ചില റിപ്പോർട്ടുകളും വ്യക്തമാകുന്നുണ്ട്. രാജിവെക്കുമെന്ന് ഭീഷണിപ്പെടുത്തി എന്ന റിപ്പോർട്ടുകൾക്ക് പക്ഷേ ഹോം ഓഫീസും നമ്പർ 10 ഡൌണിംഗ് സ്ട്രീറ്റും നിഷേധിച്ചിട്ടുണ്ട്. ഭാവിയിൽ ലേബർ പാർട്ടി നേതൃത്വത്തിലേക്ക് തനിക്കൊരു വെല്ലുവിളിയായേക്കാവുന്ന സ്ഥാനാർത്ഥിയായിട്ടാണ് റെയ്നാർ ഷബാന മഹ്മൂദിനെ കാണുന്നത്. കുടിയേറ്റ വിഷയത്തിൽ കാർക്കശ്യവും അവർക്ക് പാർട്ടിക്ക് പുറത്തേക്കും പിന്തുണ നേടിക്കൊടുത്തിട്ടുണ്ട്. ഇതുതന്നെയാകാം റെയ്നാർ ഹോം സെക്രട്ടറിയെ ലക്ഷ്യം വെക്കുന്നതിന് പുറകിലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. മധ്യപൂർവേഷ്യയിലെ പ്രതിസന്ധി ഇന്ധന വിതരണത്തെ പ്രതികൂലമായി ബാധിക്കുന്ന സാഹചര്യത്തിൽ ഇന്ധനക്ഷാമം പോലുള്ള കടുത്ത പ്രതിസന്ധികൾ ഉണ്ടാകുന്നത് തടയാനുള്ള ശ്രമത്തിൽ ബ്രിട്ടൻ ഭരണകൂടം. അതിനായി സ്വീകരിക്കേണ്ട അടിയന്തര നടപടികൾ നിരത്തുകളിൽ വേഗത പരിധി കുറയ്ക്കുന്ന കാര്യവും ഗൗരവമായി പരിഗണിക്കുന്നു. നിലവിൽ ബ്രിട്ടനിൽ ഇന്ധനക്ഷാമം ഇല്ലെന്ന് വ്യക്തമാക്കിയ ഔദ്യോഗിക സ്രോതസ്സുകൾ ഇന്ധന ഉപയോഗം പരമാവധി കുറയ്ക്കുന്നതിനായി എന്തെല്ലാം നടപടികൾ എടുക്കണം എന്ന കാര്യം പരിശോധിക്കാൻ ഗതാഗത വകുപ്പും ഊർജ്ജ സുരക്ഷാ വകുപ്പും സംയോജിച്ച് പ്രവർത്തിക്കണമെന്ന് വ്യക്തമാക്കി. ഇന്റർനാഷണൽ എനർജി ഏജൻസിയാണ് ഇന്ധന പ്രതിസന്ധി നേരിടുന്നതിനായി അടിയന്തര നടപടികൾ നിർദ്ദേശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അതിനാലാണ് നിരത്തുകളിലെ വേഗതാ പരിധി കുറയ്ക്കണമെന്ന നിർദ്ദേശമുള്ളത്. പണ്ട് കോവിഡ് കാലത്ത് ശീലിച്ചതുപോലെ പരമാവധി ആളുകൾ വീട്ടിലിരുന്ന് ജോലി ചെയ്യണമെന്ന നിർദ്ദേശവുമുണ്ട്. വർക്ക് ഫ്രം ഹോം സംവിധാനം തിരികെ കൊണ്ടുവരണമെന്ന പരമാവധി സ്ഥാപനങ്ങളോടും സർക്കാരുകളോടും IEA നിർദ്ദേശിച്ചിട്ടുണ്ട്. പൊതുഗതാഗത സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, കാർ പൂളിംഗ് പോലുള്ള വാഹനങ്ങൾ പങ്കുവച്ച് ഉപയോഗിക്കുന്ന രീതികൾ പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയവയും നിർദ്ദേശങ്ങളിലുണ്ട്. കഴിയുന്നത്ര വിമാനയാത്രകൾ ഒഴിവാക്കണമെന്ന് നിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ നിർദ്ദേശങ്ങൾ ബ്രിട്ടനിൽ നടപ്പിലാകുമോ എന്ന കാര്യത്തിൽ പക്ഷേ ഊർജ്ജ സുരക്ഷാ വകുപ്പ് നിശബ്ദത പാലിക്കുകയാണ്. അതേസമയം ഇതിൽ ചിലത് നടപ്പാക്കിയേക്കും എന്ന് തന്നെയാണ് സൂചന. മാത്രമല്ല, ഊർജ്ജ സുരക്ഷാ വകുപ്പിന്റെ 2024 അംഗീകരിച്ച അടിയന്തര സാഹചര്യങ്ങൾ അഭിമുഖീകരിക്കാനുള്ള പദ്ധതികൾ ഉൾപ്പെട്ട പെട്രോൾ റേഷനിംഗ്, പെട്രോൾ സ്റ്റേഷനുകളുടെ പ്രവർത്തന സമയം പരിമിതപ്പെടുത്തൽ തുടങ്ങിയവയും നടപ്പിലാക്കിയേക്കും. സർക്കാർ ചെലവിൽ സംരക്ഷണം ഒരുക്കാനുള്ള ഹാരിയുടെ ശ്രമം പരാജയപ്പെട്ടേക്കുമെന്ന് സൂചന. അത്തരമൊരു നടപടി പൊതുജനരോക്ഷം ക്ഷണിച്ചു വരുത്തിയേക്കുമെന്ന് ഹോം ഓഫ് ആശങ്കപ്പെടുന്നു. UK സന്ദർശിക്കുന്ന സമയത്ത് തനിക്കും ഭാര്യയ്ക്കും കുട്ടിക്കും ഔദ്യോഗിക സംരക്ഷണം വേണമെന്നായിരുന്നു ഹാരി ആവശ്യപ്പെട്ടിരുന്നത്. രാജകുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾക്ക് സർക്കാർ ചെലവിൽ നൽകുന്ന സംരക്ഷണം ഹാരിയും മേഗനും കൊട്ടാര ഉത്തരവാദിത്വങ്ങൾ ഉപേക്ഷിച്ചതോടെ നിർത്തലാക്കിയിരുന്നു. ഔദ്യോഗിക സംരക്ഷണം ഇല്ലാതെ തന്റെ കുടുംബത്തെ UK കൊണ്ടുവരുന്നത് സുരക്ഷിതമല്ല എന്ന് ഹാരി നേരത്തെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ 2022 ഫെബ്രുവരിക്ക് ശേഷം ഹാരിയുടെ 2 മക്കളും അവരുടെ മുത്തച്ഛനായ ചാൾസ് രാജാവിനെ കണ്ടിട്ടില്ല. ഔദ്യോഗിക സംരക്ഷണം വേണമെന്നാവശ്യപ്പെട്ട് ഹാരി എടുത്ത നിയമ നടപടികളിലും ഹാരിക്ക് പരാജയമായിരുന്നു അനുഭവിക്കേണ്ടി വന്നത്. അപേക്ഷ ഹൈക്കോടതി തള്ളിക്കളഞ്ഞു എങ്കിലും അന്നത്തെ ഹോം സെക്രട്ടറി എവെറ്റ് കൂപ്പർക്ക് ഹാരി നേരിട്ട് അപേക്ഷ നൽകുകയായിരുന്നു. വരുന്ന ജൂലൈ മാസത്തിൽ എനർജി പ്രൈസ് ക്യാപ് പുനർനിർണയം ചെയ്യുമ്പോൾ 1973 പൗണ്ടായി വർദ്ധിക്കാൻ ഇടയുണ്ടെന്ന് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ഏപ്രിൽ മുതൽ നിലവിൽ വരാൻ പോകുന്ന പ്രൈസ് ക്യാപ് 1641 പൗണ്ടിനേക്കാൾ 332 പൗണ്ടിന്റെ വർധനവായിരിക്കും യുദ്ധകാല പശ്ചാത്തലത്തിൽ എനർജി ബില്ലിൽ ഉണ്ടാവുക എന്ന് കോൺവാൽ ഇൻസൈറ്റിലെ വിദഗ്ധർ. കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിൽ കഴിയുന്ന കുടുംബങ്ങൾക്ക് മറ്റൊരു തിരിച്ചടി കൂടിയാവുകയാണിത്. മധ്യപൂർവ്വ ഏഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ആഗോള എണ്ണ വിപണിയിൽ തന്നെ എണ്ണയുടെയും പ്രകൃതി വാതകത്തിന്റെയും വില കുതിച്ചുയരുന്ന സാഹചര്യത്തിലാണ് ഈ പുതിയ പ്രവചനം എത്തുന്നത്. ഹോർമുസ് കടലിടുക്ക് ഫലത്തിൽ അടച്ചതോടെ പ്രകൃതി വാതകത്തിന്റെ വില ശരവേഗത്തിലാണ് ഉയരുന്നത്. ലോക വിപണിയിലെത്തുന്ന പ്രകൃതി വാതകത്തിന്റെ 20% കടന്നു പോകുന്നത് ഇതുവഴിയാണ്. ബ്രെന്റ് ക്രൂഡ് ഓയിൽ വിലയാണ് എങ്കിൽ യുദ്ധ പശ്ചാത്തലത്തിൽ വർദ്ധിച്ച് ബാരലിന് $119 എന്ന നിലയിൽ എത്തി നിൽക്കുകയാണ്. യുദ്ധത്തിന് മുമ്പ് ഇതിന്റെ വില $67 വരെ എത്തിയിരുന്നതാണ്. UK പ്രകൃതി വാതക വിലയും സമാനമായ ദിശയിലാണ് സഞ്ചരിക്കുന്നത്. ഏകദേശം 25% വർദ്ധിച്ച തെർമിന് 175 പെൻ എന്ന നിലയിൽ എത്തി നിൽക്കുകയാണ്. യുദ്ധത്തിന് മുമ്പ് ഇത് 80 പെൻസ് ആയിരുന്നു എന്നത് ഓർക്കണം. അതായത് മധ്യപൂർവേഷ്യയിലെ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ UK പ്രകൃതിവാതക വില വർദ്ധിച്ചത് ഇരട്ടിയിലധികമായി എന്ന് ചുരുക്കം. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ജൂലൈയിലെ പുതിയ പ്രൈസ് ക്യാപ്പിനെ കുറിച്ചുള്ള കണക്കുകൂട്ടലുകൾ എത്തുന്നത്. ഈ വർഷം ഇതുവരെയുള്ള ഏറ്റവും ചൂടേറിയ ദിനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ബ്രിട്ടനിലേക്ക് വീണ്ടും തണുത്ത കാലാവസ്ഥ എത്തുന്നു. മഞ്ഞുവീഴ്ചയ്ക്കുള്ള സാധ്യതയുണ്ടെന്നും കഴിഞ്ഞയാഴ്ച പൊതുവെ ഊഷ്മളമായ കാലാവസ്ഥയെന്ന് രാജ്യത്ത് ഉണ്ടായിരുന്നത്. ബുധനാഴ്ച താപനില 20 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്നു മുതൽ താപനില താഴാൻ തുടങ്ങും എന്നാണ് കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നത്. വരുന്ന ബുധനാഴ്ചയോടെ താപനില ഒറ്റയക്കത്തിൽ എത്തും.
അതോടെ ചിലയിടങ്ങളിൽ ശിശിരകാല സമാനമായ കാലാവസ്ഥ അനുഭവപ്പെടുകയും ചെയ്യും. പലയിടങ്ങളിലും താപനില ശരാശരിക്ക് താഴെ എത്തുകയും ചെയ്യും. മഴയ്ക്കും മഞ്ഞുവീഴ്ചയ്ക്കും സാധ്യതയുണ്ട് എന്ന് മെറ്റ് ഓഫീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ബുധനാഴ്ച തണുപ്പേറിയ ദിവസമാണ് എന്നാണ് മെറ്റ് ഓഫീസിലെ കാലാവസ്ഥാ ശാസ്ത്രജ്ഞനായ അലക്സ് ഡീക്കൻ വ്യക്തമാക്കുന്നത്. സ്കോട്ട്ലൻഡിലെ മഞ്ഞുവീഴ്ചയ്ക്കും സാധ്യതയുണ്ട്. ഈ വർഷത്തെ ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയതും സ്കോട്ട്ലൻഡിലായിരുന്നു. 20.2 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു വെള്ളിയാഴ്ച ഇവിടെ രേഖപ്പെടുത്തിയിരുന്നത്. ഇന്നു മുതൽ താപനില താഴ്ന്നു തുടങ്ങുന്നതോടെ രാത്രികാലങ്ങളിൽ താരതമ്യേന തണുപ്പേറിയതാകും. ബുധനാഴ്ചയായിരിക്കും ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുക. ബുധനാഴ്ച രാത്രിയും വ്യാഴാഴ്ചയും സ്കോട്ട്ലൻഡിൽ മഞ്ഞുവീഴ്ച അനുഭവപ്പെട്ടേക്കാം. മറ്റു പലയിടങ്ങളിലും മഴയും കാറ്റും നിറഞ്ഞ കാലാവസ്ഥയായിരിക്കും അനുഭവപ്പെടുക. ഹോർമൂസ് കടലിടുക്ക് കപ്പൽ ഗതാഗതത്തിനായി തുറന്നില്ലെങ്കിൽ ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾ ആക്രമിക്കുമെന്ന് ട്രംപിന്റെ ഭീഷണി. 48 മണിക്കൂറിനുള്ളിൽ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും തുറന്നില്ലെങ്കിൽ അവരുടെ വിവിധ ഊർജ്ജ പ്ലാന്റുകൾ തകർക്കുമെന്ന് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഏറ്റവും വലുതിൽ നിന്നായിരിക്കും തുടക്കമെന്നും അദ്ദേഹം തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ വ്യക്തമാക്കി. ട്രംപിന്റെ അന്ത്യശാസനത്തിന് മറുപടിയായി മേഖലയിലെ യുഎസിന്റെ ഊർജ്ജ സാങ്കേതിക വിദ്യാ സംവിധാനങ്ങളെ ലക്ഷ്യമിടുന്നതായി ഇറാൻ പറഞ്ഞു. ഇറാന്റെ ഇന്ധന ഊർജ്ജ കേന്ദ്രങ്ങളെ ആക്രമിച്ചാൽ യുഎസിന്റെയും മേഖലയിലെ ഭരണകൂടങ്ങളുടെയും ഊർജ്ജ വിവര സാങ്കേതിക വിദ്യ, സമുദ്രജല ശുദ്ധീകരണ സംവിധാനങ്ങളെ ലക്ഷ്യം വെക്കുമെന്നും ഇറാൻ സൈന്യത്തിന്റെ ഓപ്പറേഷൻ കമാൻഡർ ഖദം അൽ അൽബിന്യ വ്യക്തമാക്കി. നേരത്തെ ഹോർമൂസ് കടലിടുക്കിന്റെ സുരക്ഷ അതുപയോഗിക്കുന്ന രാജ്യങ്ങൾ ഏറ്റെടുക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു. യുഎസിന് ഹോർമൂസ് കടലിടുക്ക് ആവശ്യമില്ല, പക്ഷേ യൂറോപ്പിനും കൊറിയയ്ക്കും ജപ്പാനും ചൈനയ്ക്കും വേണം. അതുകൊണ്ട് അതിന്റെ സുരക്ഷ അവർ നോക്കട്ടെ എന്നാണ് ട്രംപ് പറഞ്ഞത്. ഇറാനെതിരായ യുദ്ധത്തിൽ US-ഇസ്രായേൽ സഖ്യം വിജയത്തിലേക്ക് നീങ്ങുകയാണ് എന്ന് ട്രംപ് അവകാശപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് പുതിയ ഭീഷണി. ഹോർമൂസ് കടലിടുക്കിൽ ഭീഷണി ഉയർത്താനുള്ള ഇറാന്റെ സൈനിക ശേഷി നശിപ്പിച്ചെന്ന് US സൈന്യം. ഇറാൻ അവരുടെ ക്രൂയിസ് മിസൈലുകളും മറ്റ് ആയുധങ്ങളും സൂക്ഷിച്ചിരുന്ന ഭൂഗർഭത്തിൽ സ്ഥിതി ചെയ്യുന്ന സംഭരണശാലകളെല്ലാം ബോംബിട്ട് തകർത്തതോടെയാണ് ഇത് സാധ്യമായതെന്നും സെൻട്രൽ കമാൻഡ്. ഹോർമൂസ് കടലിടുക്കിലൂടെ പോകുന്ന ചരക്കു കപ്പലുകളെ ആക്രമിക്കുന്നത് നിർത്തണമെന്നും കടലിടുക്ക് തുറക്കണമെന്നും ഇറാനോട് ആവശ്യപ്പെട്ടുകൊണ്ട് 22 രാജ്യങ്ങൾ സംയുക്തമായി പ്രസ്താവന ഇറക്കി. UAE, ബഹ്റൈൻ, ബ്രിട്ടൻ, ജർമ്മനി, ജപ്പാൻ, ഫ്രാൻസ്, ദക്ഷിണ കൊറിയ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ പ്രസ്താവനയിൽ ഒപ്പിട്ടു. അതിനിടെ ഹോർമൂസ് കടലിലൂടെ ജപ്പാൻ കപ്പലുകളെ കടത്തിവിടുമെന്നും ഇറാൻ അറിയിച്ചു. ഇറാനുമായി ബന്ധമുള്ള ദുബായിലെ ആശുപത്രി പൂട്ടാൻ UAE ഉത്തരവിട്ടു എന്ന് AFP റിപ്പോർട്ട് ചെയ്തു. യുദ്ധവും സാമ്പത്തിക പ്രതിസന്ധിയും കനക്കുന്നതിനിടെ 1 കോടി റിയാലിന്റെ ബാങ്ക് നോട്ട് പുറത്തിറക്കിയ ഇറാൻ രാജ്യത്തെ ഇതുവരെ പുറത്തിറക്കിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഉയർന്ന മൂല്യമുള്ള നോട്ടാണിത്. മുഖവില ഉയർന്നതാണ് എങ്കിലും ഇതിന്റെ യഥാർത്ഥ മൂല്യം വെറും $7 മാത്രം. ഇറാന്റെ ഔദ്യോഗിക കറൻസിയായ റിയാൽ കനത്ത തകർച്ച നേരിടുന്നതിനിടെയാണ് ഉയർന്ന മൂല്യമുള്ള നോട്ട് ഇറാൻ പുറത്തിറക്കിയിരിക്കുന്നത്. അനിയന്ത്രിതമായ പണപ്പെരുപ്പം, റിയാലിന്റെ മൂല്യത്തകർച്ച, അമേരിക്കയും ഇസ്രയേലുമായി നിലനിൽക്കുന്ന സംഘർഷങ്ങളെ തുടർന്നുള്ള സാമ്പത്തിക സമ്മർദ്ദങ്ങൾ എന്നിവ നേരിടുന്ന ഘട്ടത്തിലാണ് ഇത്തരമൊരു നീക്കം. രാജ്യത്ത് സാധനങ്ങളുടെ വില കുതിച്ചു കയറുന്നതോടൊപ്പം നിത്യേനയുള്ള ഇടപാടുകൾക്ക് പോലും കൂടുതൽ കറൻസി നോട്ടുകൾ കൈവശം വെക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ. ഈ സാഹചര്യം കണക്കിലെടുത്ത് വിനിമയം എളുപ്പമാക്കാനും നോട്ടുകളുടെ എണ്ണം കുറയ്ക്കാനുമാണ് ഉയർന്ന മൂല്യമുള്ള കറൻസി അധികൃതർ പുറത്തിറക്കിയിരിക്കുന്നത്. ബാങ്കുകളിൽ നിന്നുള്ള പണം പിൻവലിക്കലുണ്ടായ കുത്തനെയുള്ള വർധനവും പുതിയ നോട്ട് ഇറക്കുന്നതിന് കാരണമായി അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു. ബാങ്കിംഗ് സംവിധാനങ്ങളിലും ഡിജിറ്റൽ പേയ്മെന്റുകളിലും ഉണ്ടായേക്കാവുന്ന തടസ്സങ്ങളെ കുറിച്ചുള്ള ആശങ്കകൾ മൂലം പണം കൈവശം വെക്കുന്ന പ്രവണതകൾ ഇറാനികൾക്കിടയിൽ വർദ്ധിച്ചിരുന്നു. നിലവിലെ പ്രതിസന്ധികൾക്കിടയിൽ ഡിജിറ്റൽ ഇടപാടുകളെ വിശ്വസിക്കുന്നതിന് പകരം നോട്ട് കൈവശം സൂക്ഷിക്കാനാണ് പല ഇറാനികളും താല്പര്യപ്പെടുന്നത്. ഇത് ബാങ്കുകൾക്കും ATMകൾക്കും മുന്നിൽ വലിയ ക്യൂ രൂപപ്പെടാൻ കാരണമായിട്ടുണ്ട്. രാജ്യതലസ്ഥാനമായ ഹവാനയിൽ പ്രവർത്തിക്കുന്ന US എംബസിക്ക് ഡീസൽ ഇറക്കുമതി ചെയ്യാനുള്ള അനുമതി നിഷേധിച്ച് ക്യൂബൻ സർക്കാർ. എംബസിയിലെ ജനറേറ്ററുകൾ പ്രവർത്തിപ്പിക്കുന്നതിനായി 2 കണ്ടെയ്നർ ഡീസൽ അമേരിക്കയിൽ നിന്നും ഇറക്കുമതി ചെയ്യാനുള്ള അനുമതിയാണ് US എംബസി ക്യൂബൻ സർക്കാരിനോട് തേടിയിരുന്നത്. ഇതാണ് നിരാകരിക്കപ്പെട്ടത്. US നയതന്ത്ര മിഷന്റെ അഭ്യർത്ഥനയെ നാണം കെട്ടത് എന്ന് ക്യൂബൻ സർക്കാർ വിശേഷിപ്പിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ക്യൂബയ്ക്കുമേലുള്ള USന്റെ ഊർജ്ജ ഉപരോധത്തെ തുടർന്ന് കഴിഞ്ഞ 3 മാസമായി കടുത്ത പ്രതിസന്ധിയിലാണ് ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യം. പ്രകൃതിവാതകം, സൗരോർജം, താപവൈദ്യുതി നിലയം എന്നിവയെ ആശ്രയിച്ചാണ് രാജ്യം മുന്നോട്ടു പോകുന്നത്. അതിനിടെയാണ് US എംബസിയുടെ അഭ്യർത്ഥന വന്നത്. അതേസമയം ക്യൂബ ആദ്യഘട്ടത്തിൽ അനുമതി നിഷേധിച്ചിരുന്നില്ലെന്നും എന്നാൽ ഷിപ്മെന്റ് എത്തിയതിന് പിന്നാലെ അനുമതി നിഷേധിക്കുകയായിരുന്നു എന്നുമാണ് വിവരം.
കഴിഞ്ഞ 18 മാസമായി അനുഭവപ്പെടുന്ന ഇടയ്ക്കിടെയുള്ള വൈദ്യുതി മുടക്കത്തെ ജനറേറ്ററുകളുടെ സഹായത്താലാണ് US എംബസി നേരിടുന്നത്. ഇന്ധനം ലാഭിക്കുന്നതിനായി എംബസിയിലെ ജീവനക്കാർ കൂട്ടം ചേർന്നാണ് താമസിക്കുന്നത്. ഇവരോട് വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ നിർദ്ദേശിക്കുന്നുണ്ട് എന്നാണ് വിവരം. ഡീസൽ ഇറക്കുമതിക്ക് അനുമതി ലഭിക്കാത്ത പശ്ചാത്തലത്തിൽ എംബസിക്ക് ജീവനക്കാരെ കുറയ്ക്കേണ്ടതായി വന്നേക്കും. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 125.23 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.15 യൂറോ, ഒരു US ഡോളർ 94.01 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 108.38 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.33 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 68.23 ഇന്ത്യൻ രൂപ. ഇനിയൊരു ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. പശ്ചിമേഷ്യയിലെ സംഘർഷം മൂലം രാജ്യത്ത് LPG ക്ഷാമം ഉണ്ടാകുമെന്ന ആശങ്കകൾക്കിടയിൽ US-ൽ നിന്നും ദ്രവീകൃത പെട്രോളിയം വാതകവുമായി അമേരിക്കയുടെ കപ്പൽ മംഗളൂരുവിൽ എത്തി. ടെക്സസിലെ നെതർലാൻഡ്സ് തുറമുഖത്തു നിന്നും LPG വഹിച്ചുകൊണ്ട് പൈക്സ് ഫൈനറി എന്ന ചരക്ക് കപ്പൽ ഞായറാഴ്ച രാവിലെ മംഗലാപുരം തുറമുഖത്ത് എത്തിയത്. ന്യൂ മാംഗ്ലൂർ തുറമുഖ അതോറിറ്റിയുടെ ഡെയിലി വെസൽ പൊസിഷൻ അനുസരിച്ച് 47,236 മെട്രിക് ടൺ ഭാരമുള്ള സിംഗപ്പൂർ പതാകയുള്ള ടാങ്കർ രാവിലെ 6 മണിയോടെ ബെർത്ത് നമ്പർ 13-ൽ നങ്കൂരമിട്ടു. ഫെബ്രുവരി 14-നാണ് ടെക്സസിലെ നെതർലാൻഡ് തുറമുഖത്തു നിന്നും കപ്പൽ പുറപ്പെട്ടത്. തിങ്കളാഴ്ച പുലർച്ചെ തുറമുഖത്ത് ഏജൻസീസ് ലോജിസ്റ്റിക്സ് ലിമിറ്റഡിലേക്ക് 16,714 ടൺ LPG ഡിസ്ചാർജ് ചെയ്യും. പശ്ചിമേഷ്യയിൽ 3 ആഴ്ച നീണ്ടുനിന്ന യുദ്ധം ഇന്ത്യയിലേക്കുള്ള ഊർജ വിതരണത്തെ തടസ്സപ്പെടുത്തിയിരുന്നു. തുടർന്ന് രാജ്യത്താകമാനം LPG ക്ഷാമം നേരിട്ടു. മാർച്ച് 18-ന് ഏകദേശം 80,800 മെട്രിക് ടൺ അസംസ്കൃത എണ്ണയുമായി വന്ന ജഗ് ലാൻഡ്കി ക്രൂഡ് ഓയിൽ ടാങ്കർ മുദ്ര തുറമുഖത്ത് നങ്കൂരമിട്ടു. ഇതിനു പുറമെ വാദിനാർ തുറമുഖത്ത് ഏകദേശം 47,000 മെട്രിക് ടൺ LPGയുമായി നന്ദാദേവി എന്ന കപ്പലും 93,000 മെട്രിക് ടൺ LPGയുമായി ശിവാലിക് എന്ന കപ്പലും മുദ്രയിൽ നങ്കൂരമിട്ടിരുന്നു. സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ വാണിജ്യ LPG അനുവദിച്ച് കേന്ദ്ര സർക്കാർ 20% കൂടിയാണ് അനുവദിച്ചത്. ഇതോടെ മൊത്തം വിതരണത്തിന്റെ 50%-മായി ഉയർന്നു. സംസ്ഥാനത്തെ ഹോട്ടൽ, ക്യാന്റീൻ, സമൂഹ അടുക്കള എന്നിവയ്ക്കാണ് സിലിണ്ടറുകൾ അനുവദിച്ചത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ LPG ലഭ്യത ആശങ്കാജനകമായി തുടരുകയാണു എങ്കിലും രാജ്യത്തെ വിതരണം സാധാരണ നിലയിലാണെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു. പ്രതിദിന ബുക്കിംഗ് 89 ലക്ഷം വരെ ആയിരുന്നത് 55 ലക്ഷമായി കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ 13,700 പുതിയ PNG കണക്ഷനുകൾ നൽകി. LPGയിൽ 7,300 പേർ PNGയിലേക്ക് മാറിയിട്ടുണ്ട് എന്നും പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കി. സിലിണ്ടറുകൾ കിട്ടുമോ ഇല്ലയോ എന്ന പരിഭ്രാന്തിയിൽ ആളുകൾ LPG ബുക്ക് ചെയ്യുന്നത് വർദ്ധിപ്പിച്ചു എങ്കിലും നിലവിൽ ആ സാഹചര്യങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. സിലിണ്ടറുകളുടെ കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പും തടയാൻ കേരളം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിലായി റെയ്ഡുകൾ നടത്തിവരികയാണ്. ആഭ്യന്തര വിമാനയാത്രയുടെ നിരക്കിൽ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണം നീക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. നിരക്ക് പരിധി നിയന്ത്രണം മാർച്ച് 23 മുതൽ പിൻവലിക്കുമെന്നും സിവിൽ വ്യോമയാന മന്ത്രാലയം അറിയിച്ചു. ഇതോടെ രാജ്യത്തെ വിമാനയാത്രയുടെ നിരക്ക് വർദ്ധിച്ചേക്കും. വിപണി സാഹചര്യങ്ങൾക്കനുസരിച്ച് ടിക്കറ്റ് വില സുതാര്യവും നീതിയുക്തവുമായി നിലനിർത്തി. നിരക്കുകൾ നിശ്ചയിക്കുന്നതിൽ അച്ചടക്കം പാലിക്കണമെന്ന് വിമാന കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും മന്ത്രാലയം അറിയിച്ചു. ആവശ്യം വന്നാൽ നിരക്കുകളിൽ നിയന്ത്രണം വീണ്ടും ഏർപ്പെടുത്തുമെന്നും വ്യക്തമാക്കി. നിയന്ത്രണം നീക്കുന്നതോടെ വിമാന കമ്പനികൾക്ക് വിപണിയിലെ ഡിമാൻഡ് അനുസരിച്ച് ടിക്കറ്റ് വില നിശ്ചയിക്കാനുള്ള സ്വാതന്ത്ര്യം തിരികെ ലഭിക്കും. ഇൻഡിഗോ, എയർ ഇന്ത്യ, സ്പൈസ് ജെറ്റ് തുടങ്ങിയ ആഭ്യന്തര സർവീസുകൾ നടത്തുന്ന വിമാന കമ്പനികൾക്ക് ഇനി ഡൈനാമിക് പ്രൈസിംഗ് രീതിയിലേക്ക് മാറാൻ സാധിക്കും. നിയന്ത്രിച്ചു നിർത്തിയിരുന്ന നിരക്ക് പരിധി ഇല്ലാതാകുന്നതോടെ അവധിക്കാലത്തും വിവാഹ സീസണുകളിലും ടിക്കറ്റ് നിരക്ക് വർദ്ധിക്കും. പ്രത്യേകിച്ച് തിരക്കേറിയ റൂട്ടുകളിലും തിരക്കുള്ള സമയങ്ങളിലും നിരക്കുകൾ കുത്തനെ ഉയർന്നേക്കാം. അവസാന നിമിഷം ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്കായിരിക്കും ഇതിന്റെ ആഘാതം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുക. കേരളത്തിലെ LDF ഭരണ സംവിധാനം 3-ാം ഊഴത്തിലേക്ക് നീങ്ങാൻ പോവുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ആ ജനവിധിയാണ് ജനങ്ങൾ LDFന് അനുകൂലമായി എഴുതാൻ പോകുന്നത്. UDFിലെ പടലപ്പിണക്കവും കുഴപ്പവും ഇപ്പോഴും പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല. അത് ഇപ്പോഴും തുടരുകയാണ്. അവർക്ക് കേരളത്തിന്റെ പുതിയ നിലപാടുകളുമായി ബന്ധപ്പെട്ട് ഒന്നും പറയാനില്ല. എല്ലാ വികസന പ്രവർത്തനത്തെയും പൂർണ്ണമായി തള്ളിപ്പറഞ്ഞവരാണ് അവർ. ഒരു വികസനത്തെയും പിന്തുണയ്ക്കില്ലെന്ന് പരസ്യ നിലപാടെടുത്ത രാഷ്ട്രീയ പാർട്ടിയാണ് UDFിന്റെ ഭാഗമായി നിൽക്കുന്നവരെന്നും അദ്ദേഹം പറഞ്ഞു. 110 സീറ്റാണ് LDF ഉന്നം വെക്കുന്നതെന്നും ഗോവിന്ദൻ വ്യക്തമാക്കി. 7 CPM നേതാക്കൾ പാർട്ടി വിട്ടതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് CPMന്
5.5 ലക്ഷം പാർട്ടി അംഗങ്ങളുണ്ട്, 2.5 ലക്ഷം അനുഭാവികളുണ്ട്. അതിലും എത്രയോ ഇരട്ടി ആളുകൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനൊപ്പം നിൽക്കുന്നുണ്ടെന്നും കേരളത്തിൽ. അതിനകത്തുനിന്നും 4-5 ആളുകൾ തെറ്റായ പ്രവണതയുടെ ഭാഗമായി മുന്നോട്ടു പോവുകയും പുറത്താക്കപ്പെടുകയും ചെയ്താൽ ആ പുറത്താക്കപ്പെട്ടവരാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിക്കുന്നത് എന്നാണോ നിങ്ങളുടെ ധാരണ എന്നാണ് ഗോവിന്ദൻ ചോദിച്ചത്. കോൺഗ്രസിൽ ഇനി ആരും പോകാൻ ബാക്കിയില്ല, മിക്കവാറും എല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നും ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. പാലക്കാട് LDF സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് CPM BJP ഡീൽ എന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ആരോപണത്തെയും MV ഗോവിന്ദൻ തള്ളിക്കളഞ്ഞു. നുണ പറയുന്നതിനുള്ള നൊബേൽ സമ്മാനം കിട്ടാൻ അയാൾ ഓരോ ദിവസവും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 8ഉം 9ഉം നുണയാണ് സതീശൻ ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സതീശന്റെ പരാമർശത്തോട് പ്രതികരിക്കേണ്ടതില്ല എന്നും അദ്ദേഹം പറഞ്ഞു. രാവിലെ മുതൽ രാത്രി വരെ നുണ പറയുന്ന പ്രതിപക്ഷ നേതാവായി മാറിക്കഴിഞ്ഞു. സതീശന്റെ ആരോപണം അസംബന്ധമാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാരാട്ട് റസാഖ് മുസ്ലിം ലീഗിലേക്ക് മടങ്ങിയതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് പോട്ടെ, അയാൾ അവിടെ നിന്നു തന്നെ വന്നതാണല്ലോ എന്നായിരുന്നു ഗോവിന്ദന്റെ മറുപടി. കൊടുവള്ളി മുൻ MLA കാരാട്ട് റസാഖ് മുസ്ലിം ലീഗിലേക്ക് മടങ്ങുന്നു. ഞായറാഴ്ച രാവിലെ 8 മണിയോടെ റസാഖ് പാണക്കാടെത്തി. CPM സഹയാത്രികനായിരുന്ന താൻ CPM-ൽ നിന്നും നേരിട്ടത് വലിയ അവഗണനയായിരുന്നു എന്നും അദ്ദേഹം. CPM വിടാൻ എന്താണ് കാരണമെന്ന ചോദ്യത്തിന് CPM ചേർത്ത് പിടിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ മാറിപ്പോയല്ലോ. ഇടതുപക്ഷത്തിന്റെ മന്ത്രിമാർക്കും MLA-മാർക്കും മുൻ മന്ത്രിമാർക്കും MLA-മാർക്കും പോലും നിലനിൽപ്പില്ലാത്ത സാഹചര്യത്തിൽ സഹയാത്രികർ അത് തീരെ പ്രതീക്ഷിക്കേണ്ടതില്ലല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞു. പരിഗണനയില്ല, അവഗണനയാണ് അല്ലേ എന്ന ചോദ്യത്തിന് തീർച്ചയായും എന്നായിരുന്നു റസാഖിന്റെ മറുപടി. കഴിഞ്ഞ കുറച്ചു കാലമായി CPM-മായി അകൽച്ചയിലായിരുന്ന റസാഖ് അതിനിടെ മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. 2016-21 കാലത്ത് റസാഖ് കൊടുവള്ളി MLA ആയിരുന്നു. 21-ൽ MK മുനീറിനോട് പരാജയപ്പെട്ടിരുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റാർ മണ്ഡലങ്ങളിലൊന്നായ കണ്ണൂർ ജില്ലയിലെ പേരാവൂർ, മലയോര പ്രദേശങ്ങൾ നിറഞ്ഞ പേരാവൂർ മണ്ഡലത്തിൽ അന്നാട്ടുകാർ തന്നെയാണ് KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, CPM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ ടീച്ചറും തമ്മിലാണ് പ്രധാന മത്സരം. BDJS-ലെ പൈലി വാത്യാട്ട് ആണ് NDAയുടെ സ്ഥാനാർത്ഥി. തുടർച്ചയായി 4ാം MLA സ്ഥാനം ലക്ഷ്യമിട്ട് സണ്ണി ജോസഫ് ഇറങ്ങുമ്പോൾ മണ്ഡലം തിരിച്ചുപിടിക്കുക എന്ന ഭാരിച്ച ചുമതലയാണ് പേരാവൂരിൽ മുൻ MLA കൂടിയായ ശൈലജയെ CPM ഏൽപ്പിച്ചിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ കിഴക്കൻ പ്രദേശങ്ങളായ ഇരിട്ടി നഗരസഭയും ആറളം, അയ്യൻകുന്ന്, കണിച്ചാർ, കേളകം, കൊട്ടിയൂർ, മുഴുക്കുന്ന്, പായം, പേരാവൂർ ഗ്രാമപഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് പേരാവൂർ നിയമസഭാ മണ്ഡലം. ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതിന് കനത്ത തിരിച്ചടി ഈ മേഖലയിൽ നിന്നും ലഭിച്ചിരുന്നു. കോൺഗ്രസിന്റെ ഉറച്ച കോട്ട എന്ന വിശേഷണമുള്ള മണ്ഡലമാണ് പേരാവൂർ. 2006-ൽ UDF സ്ഥാനാർത്ഥി AD മുസ്തഫയെ 9,099 വോട്ടുകൾക്ക് തോൽപ്പിച്ച LDF-ന്റെ KK ശൈലജ വെന്നിക്കൊടി പാറിച്ചപ്പോഴാണ് ഇതിനൊരു മാറ്റം വന്നത്. എന്നാൽ തൊട്ടടുത്ത തിരഞ്ഞെടുപ്പിൽ 2011-ൽ 3,440 വോട്ടുകൾക്ക് KK ശൈലജ പേരാവൂരിലെ സണ്ണി ജോസഫിനോട് പരാജയം അറിഞ്ഞിരുന്നു. അങ്ങനെ 2011, 2016, 2021 വർഷങ്ങളിലായി തുടർച്ചയായി 3 വട്ടം സണ്ണി ജോസഫ് പേരാവൂരിന്റെ MLA ആയി. എന്നാൽ 2011 മുതൽ ഇങ്ങോട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പരിശോധിച്ചാൽ വലിയ ഭൂരിപക്ഷം മണ്ഡലത്തിൽ കോൺഗ്രസിനും UDF-നും അവകാശപ്പെടാനില്ല. 2011-ൽ KK ശൈലജയെ സണ്ണി ജോസഫ് പരാജയപ്പെടുത്തിയത് 3,440 വോട്ടുകൾക്കാണ് എങ്കിൽ 2016-ൽ CPM-ന്റെ ബിനോയ് കുര്യൻ പ്രധാന എതിരാളിയായി വന്നപ്പോൾ ഭൂരിപക്ഷം 7,989 വോട്ടുകൾക്കായിരുന്നു. 2021-ൽ മറ്റൊരു CPM യുവമുഖം സക്കീർ ഹുസൈനെതിരെ സണ്ണി ജോസഫിന്റെ ഭൂരിപക്ഷം വീണ്ടും കുറഞ്ഞു. 2021-ൽ 3,172 വോട്ടുകൾക്ക് മാത്രം ഭൂരിപക്ഷമാണ് പേരാവൂരിൽ സണ്ണി ജോസഫ് നേടിയത്. ഇനി സ്പോർട്സ്. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നിരാശയും തോൽവിയും തുടർന്ന് കേരള ബ്ലാസ്റ്റേഴ്സ്. പഞ്ചാബ് FC-ക്കെതിരെ സ്വന്തം തട്ടകത്തിൽ തന്നെ നടന്ന മത്സരത്തെ ബ്ലാസ്റ്റേഴ്സ് വീണ്ടും തോൽവി വഴങ്ങി. 1-നെതിരെ 3 ഗോളുകൾക്കാണ് കൊച്ചിയിൽ പഞ്ചാബ് FC വിജയം സ്വന്തമാക്കിയത്. ആദ്യ പകുതിയിൽ 3 ഗോളുകൾ വഴങ്ങിയതാണ് ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയായത്. രണ്ടാം പകുതിയിൽ 1 ഗോൾ നേടിയത് മാറ്റി നിർത്തിയാൽ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രകടനം തീർത്തും നിരാശപ്പെടുത്തുന്നതായിരുന്നു. ഇതോടെ സീസണിൽ ഒരു മത്സരത്തിലും ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെയും വിജയം സ്വന്തമാക്കാനായിട്ടില്ല. ഈസ്റ്റ് ബംഗാളിനെ അവരുടെ തട്ടകത്തിൽ സമനിലയിൽ തളച്ച ആത്മവിശ്വാസത്തിലാണ് ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബിനെതിരെ ഇറങ്ങിയത്. എന്നാൽ 7ാം മിനിറ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ ഞെട്ടിച്ച് പഞ്ചാബ് ലീഡെടുത്തു.
ബ്ലാസ്റ്റേഴ്സ് ഗോളിയുടെയും പ്രതിരോധ നിരയുടെയും പിഴവ് മുതലെടുത്ത് പഞ്ചാബ് താരം അഡ്രിയാൻ സെൽക്കോച്ചിന് ബ്ലാസ്റ്റേഴ്സിന്റെ വല ആദ്യം കുലുക്കിയത്. ലീഡെടുത്തതോടെ പഞ്ചാബ് ആധിപത്യം തുടർന്നതോടെ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധവും മുന്നേറ്റവും ഒരുപോലെ പാളുന്നതാണ് കാണാനായത്. 18-ാം മിനിറ്റിൽ ബെഡെ, 38-ാം മിനിറ്റിൽ ഡാനിയും ഗോൾ നേടിയതോടെ ആദ്യ പകുതിക്ക് മുൻപേ ബ്ലാസ്റ്റേഴ്സ് 3 ഗോളിന്റെ ലീഡ് വഴങ്ങി. 65-ാം മിനിറ്റ് ഫാലോ ബ്ലാസ്റ്റേഴ്സ് അക്കൗണ്ട് തുറന്നുവെങ്കിലും അത് ആശ്വാസ ഗോൾ മാത്രമായി മാറി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജ്യഭീഷണിയുമായി UK ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ്. കുടിയേറ്റ നിയമങ്ങളിൽ എടുത്തിട്ടുള്ള കർശന നിലപാടുകൾ തിരുത്തണമെന്ന് മുൻ ഉപപ്രധാനമന്ത്രി ഏഞ്ചല റെയ്നയുടെ ആവശ്യം അംഗീകരിച്ചാൽ രാജിവെക്കുമെന്ന് ഹോം സെക്രട്ടറി. ഷബാനയുടെ നടപടി ലേബർ പാർട്ടിയിൽ നിന്നും ജനപിന്തുണ റിഫോം UKയിലേക്ക് ഒലിച്ചു പോകുന്നത് തടയിടാൻ. റെയ്നയുടെ നീക്കം ഇടതുപക്ഷ അനുഭാവികളായ എംപിമാരെ ഒന്നിപ്പിച്ച് പാർട്ടിക്കുള്ളിൽ നേതൃസ്ഥാനം മോഹിച്ചു. ഇടതുപക്ഷ മണ്ഡലങ്ങളിലെ കുടിയേറ്റത്തിനെതിരെ ശക്തമായ പ്രതിഷേധം. മധ്യപൂർവേഷ്യയിലെ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ ഇന്ധനക്ഷാമം കടുത്ത പ്രതിസന്ധി ഉണ്ടാകുന്നത് തടയാൻ നടപടിയുമായി ബ്രിട്ടീഷ് ഭരണകൂടം. ഗതാഗത വകുപ്പും ഊർജ്ജ സുരക്ഷാ വകുപ്പും സംയോജിപ്പിച്ച് ഇന്ധന ഉപയോഗം പരമാവധി കുറയ്ക്കുന്നതിനുള്ള നടപടികൾ എടുക്കും. ബ്രിട്ടനിൽ ഇന്ധനക്ഷാമം ഇല്ലെന്ന് വ്യക്തമാക്കിയ ഔദ്യോഗിക കേന്ദ്രങ്ങൾ. നിരത്തുകളിലെ വേഗത പരിധി കുറയ്ക്കുന്ന കാര്യം ഗൗരവമായി സർക്കാർ പരിഗണനയിൽ. ഹോർമൂസ് കടലിടുക്ക് കപ്പൽ ഗതാഗതത്തിനായി തുറന്നില്ലെങ്കിൽ ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾ ആക്രമിക്കുമെന്ന് ട്രംപിന്റെ ഭീഷണി. 48 മണിക്കൂറിനുള്ളിൽ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും തുറന്നില്ലെങ്കിൽ അവരുടെ വിവിധ ഊർജ്ജ പ്ലാന്റുകൾ തകർക്കും. വലിയ തകർച്ചയെ ഇറാൻ നേരിടേണ്ടി വരുമെന്നും അമേരിക്കയുടെ മുന്നറിയിപ്പ്. ട്രംപിന്റെ അന്ത്യശാസനത്തിന് മറുപടിയായി മേഖലയിൽ US-ന്റെ ഊർജ്ജ സാങ്കേതിക വിദ്യാ സംവിധാനങ്ങൾ ലക്ഷ്യമിടുന്നതായി ഇറാൻ. ഹോർമൂസ് കടലിടുക്കിൽ ഭീഷണി ഉയർത്താനുള്ള ഇറാന്റെ സൈനിക ശേഷി നശിപ്പിച്ചെന്ന് US സൈന്യം. ഇറാൻ അവരുടെ ക്രൂയിസ് മിസൈലുകളും മറ്റ് ആയുധങ്ങളും സൂക്ഷിച്ചിരുന്ന ഭൂഗർഭത്തിൽ സ്ഥിതി ചെയ്യുന്ന സംഭരണശാലകളെയെല്ലാം ബോംബിട്ട് തകർത്തതോടെയാണ് ഇത് സാധ്യമായതെന്നും സെൻട്രൽ കമാൻഡ്. ഹോർമൂസ് കടലിടുക്കിലൂടെ പോകുന്ന ചരക്ക് കപ്പലുകളെ ആക്രമിക്കുന്നത് നിർത്തണമെന്നും കടലിടുക്ക് തുറക്കണമെന്നും ഇറാനോട് ആവശ്യപ്പെട്ടുകൊണ്ട് 22 രാജ്യങ്ങൾ സംയുക്ത പ്രസ്താവന ഇറക്കി. രാജ്യ തലസ്ഥാനമായ ഹവാനയിൽ പ്രവർത്തിക്കുന്ന US എംബസിക്ക് ഡീസൽ ഇറക്കുമതി ചെയ്യാനുള്ള അനുമതി നിഷേധിച്ച് ക്യൂബൻ സർക്കാർ. എംബസിയിലെ ജനറേറ്ററുകൾ പ്രവർത്തിക്കുന്നതിനായി 2 കണ്ടെയ്നറുകൾ ഡീസൽ അമേരിക്കയിൽ നിന്നും ഇറക്കുമതി ചെയ്യാനുള്ള അനുമതിയാണ് US എംബസി ക്യൂബൻ സർക്കാരിനോട് തേടിയത്. US നയതന്ത്ര മിഷന്റെ അഭ്യർത്ഥനയെ നാണംകെട്ട രീതിയെന്ന് പരിഹസിച്ച് ക്യൂബൻ സർക്കാർ. പശ്ചിമേഷ്യയിലെ സംഘർഷം മൂലം ഇന്ത്യയിൽ LPG ക്ഷാമം ഉണ്ടാകുമെന്ന ആശങ്കകൾക്കിടയിൽ US-ൽ നിന്നും LPG-യുമായി അമേരിക്കയുടെ കപ്പൽ മംഗളൂരുവിലെത്തി. ടെക്സസിലെ നെതർലാൻഡിൽ തുറമുഖത്ത് നിന്നും LPG വഹിച്ചുകൊണ്ട് പൈസെക്സ് പയനിയർ എന്ന ചരക്ക് കപ്പൽ ഇന്ന് രാവിലെ മംഗലാപുരം തുറമുഖത്തെത്തി. സംസ്ഥാനങ്ങൾക്ക് 20% വാണിജ്യ LPG-കൾ അനുവദിച്ച് കേന്ദ്ര സർക്കാർ. ഇതോടെ മൊത്തം വിതരണത്തിന്റെ 50% ഉയർന്നു. LPG-യിൽ 7300 പേർ PNG-യിലേക്ക് മാറിയെന്നും പെട്രോളിയം മന്ത്രാലയം. ആഭ്യന്തര വിമാനയാത്രയുടെ നിരക്ക് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണം കേന്ദ്ര സർക്കാർ നീക്കി. ഇനി മുതൽ രാജ്യത്തെ വിമാനയാത്രയുടെ നിരക്ക് വർദ്ധിക്കും. നിരക്ക് പരിധി നിയന്ത്രണം നാളെ മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് സിവിൽ വ്യോമയാന മന്ത്രാലയം. സാഹചര്യങ്ങൾക്കനുസരിച്ച് ടിക്കറ്റ് വില സുതാര്യവും നീതിയുക്തവുമായി നിലനിർത്തി നിരക്കുകൾ നിശ്ചയിക്കുന്നതിൽ അച്ചടക്കം പാലിക്കണമെന്ന് വിമാന കമ്പനികൾക്ക് നിർദ്ദേശം നൽകി വ്യോമയാന മന്ത്രാലയം. ആവശ്യം വന്നാൽ നിരക്കുകളിൽ വീണ്ടും നിയന്ത്രണം ഏർപ്പെടുത്തും. കേരളത്തിലെ LDF ഭരണ സംവിധാനം 3-ാം ഊഴത്തിലേക്ക് നീങ്ങാൻ പോവുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ജനങ്ങൾ LDF-ന് അനുകൂലമായി ജനവിധിയാണ് എഴുതാൻ പോകുന്നതെന്ന് പാർട്ടി സെക്രട്ടറി. UDF-ലെ പടലപ്പിണക്കവും കുഴപ്പവും ഇപ്പോഴും പരിഹരിക്കാൻ സാധിച്ചിട്ടില്ലെന്നും ഗോവിന്ദൻ. ഒരു വികസനത്തെയും പിന്തുണയ്ക്കില്ലെന്ന് പരസ്യ നിലപാടെടുത്ത രാഷ്ട്രീയ പാർട്ടിയാണ് UDF എന്നും 110 സീറ്റാണ് LDF ഉന്നം വെക്കുന്നതെന്നും MV ഗോവിന്ദൻ. ഈ ബുള്ളറ്റിൻ കൂടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.